എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ഒരു മത്സരത്തിനാണ് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും നേർക്കുനേർ വന്നപ്പോൾ പിറന്നത് IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശകരമായ റൺവേട്ടകളിൽ ഒന്നായിരുന്നു. മത്സരത്തിനു മുൻപ് തന്നെ ആരാധകർ വലിയ ആകാംക്ഷയിലായിരുന്നു. കാരണം മുംബൈയുടെ ഇതിഹാസ താരം രോഹിത് ശർമ്മ ഇല്ലാതെയാണ് ടീം കളത്തിലിറങ്ങിയത്. എന്നാൽ ടോസ് നേടിയ മുംബൈ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയും വാങ്കഡയിലെ ബാറ്റിംഗ് പിച്ചിൽ റൺസ് വാരിക്കൂട്ടാൻ തീരുമാനിക്കുകയും ചെയ്തു. രോഹിത്തിന്റെ അഭാവത്തിൽ ഓപ്പണറായി എത്തിയ റയാൻ റിക്കൽട്ടൺ ഗാലറിയെ വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. തുടക്കം മുതൽ തന്നെ ഹൈദരാബാദ് ബൌളർമാരെ കടന്നാക്രമിച്ച റിക്കൽട്ടൺ വെറും 55 പന്തിൽ നിന്ന് 123 റൺസ് നേടി തന്റെ കന്നി IPL സെഞ്ചുറി ആഘോഷമാക്കി. 10 ഫോറുകളും 8 കൂറ്റൻ സിക്സറുകളും അടങ്ങിയ ആ ഇന്നിംഗ്സ് മുംബൈ ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകിയത്. റിക്കൽട്ടണിന് മികച്ച പിന്തുണ നൽകിക്കൊണ്ട് വിൽ ജാക്സ് 46 റൺസും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ 31 റൺസും നേടിയതോടെ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 243 റൺസ് എന്ന ഹിമാലയൻ സ്കോറാണ് മുംബൈ പടുത്തുയർത്തിയത്. വാങ്കഡയിലെ ആരാധകർക്ക് അതൊരു വലിയ വിജയപ്രതീക്ഷയാണ് നൽകിയത്. എന്നാൽ 244 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം പിന്തുടരാൻ ഇറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒട്ടും ഭയമില്ലാതെയാണ് തുടങ്ങിയത്. ഹൈദരാബാദിന്റെ വിനാശകാരികളായ ഓപ്പണർമാർ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും മുംബൈ ബൌളർമാരെ തച്ചുതകർത്തു. ജസ്പ്രീത് ബുംറയെപ്പോലെയുള്ള ലോകോത്തര ബൌളർ പോലും ഹെഡിന്റെ ബാറ്റിന് മുന്നിൽ പതറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. വെറും 30 പന്തിൽ 8 സിക്സറുകൾ ഉൾപ്പെടെ 76 റൺസാണ് ട്രാവിസ് ഹെഡ് അടിച്ചുകൂട്ടിയത്. അഭിഷേക് ശർമ്മ 45 റൺസെടുത്ത് പുറത്തായെങ്കിലും ഹൈദരാബാദ് റൺറേറ്റ് കുറയാതെ സൂക്ഷിച്ചു. ഇടയ്ക്ക് ഇഷാൻ കിഷൻ 0-ന് പുറത്തായെങ്കിലും പിന്നാലെ എത്തിയ ഹെൻറിച്ച് ക്ലാസൻ തന്റെ ബാറ്റിംഗ് കരുത്ത് പുറത്തെടുത്തു. മത്സരം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയപ്പോൾ ക്ലാസൻ 30 പന്തിൽ 65 റൺസുമായി കളം നിറഞ്ഞാടി. സലിൽ അറോറ 30 റൺസ് കൂടി ചേർത്ത് ക്ലാസിന് പിന്തുണ നൽകിയതോടെ മുംബൈയുടെ വിജയപ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങി. മുംബൈ ബൌളർമാരായ ട്രെന്റ് ബോൾട്ടും അല്ല ഗസൻഫറും വിക്കറ്റുകൾ വീഴ്ത്തി തിരിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും ആഞ്ഞടിച്ച ഹൈദരാബാദ് ബാറ്റർമാരെ തടയാൻ അവർക്കായില്ല. ഒടുവിൽ 18.4 ഓവറിൽ, അതായത് 8 പന്തുകൾ ബാക്കി നിൽക്കെ 249 റൺസ് നേടി ഹൈദരാബാദ് 6 വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം സ്വന്തമാക്കി. IPL ചരിത്രത്തിലെ തന്നെ 4ാമത്തെ വലിയ റൺ ചേസാണ് ഹൈദരാബാദ് മുംബൈയുടെ തട്ടകത്തിൽ പൂർത്തിയാക്കിയത്. 65 റൺസ് നേടിയ ഹെൻറിച്ച് ക്ലാസൻ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ തോൽവി മുംബൈ ഇന്ത്യൻസിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. 240-ന് മുകളിൽ റൺസ് നേടിയിട്ടും ബൌളിംഗ് നിരയ്ക്ക് അത് പ്രതിരോധിക്കാൻ കഴിയാത്തത് ആരാധകരെ നിരാശരാക്കുന്നുണ്ട്. എന്നാൽ ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം അവർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? മുംബൈയുടെ തോൽവിക്ക് കാരണം രോഹിത് ശർമ്മയുടെ അഭാവമാണോ അതോ ബൌളർമാരുടെ പരാജയമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.